ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് തെലങ്കാനയല്ല ആന്ധ്രാപ്രദേശിൽ നിന്ന് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. തെലങ്കാന കയറിയോ നമ്മള്? എന്തായാലും അതെ, ആന്ധ്രാപ്രദേശിന് തെലങ്കാനയുടെ അടുത്തടുത്ത് നിന്നിട്ട് സ്വാഗതമുണ്ട്. നമ്മൾ ഈ കോലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലാസ്റ്റ് വീഡിയോ നമ്മൾ പാതിയിൽ വെച്ച് നിർത്തി. ഇനിയിപ്പോൾ അവിടെ തന്നെയാണ് ഇന്നത്തെ തുടക്കം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വീഡിയോ കാണാത്തവർ പോയി കണ്ടിട്ട് വരിക. അപ്പോൾ അതെ, നമുക്ക് ടെൻ്റ് അടിക്കാൻ സ്റ്റേ കിട്ടിയില്ലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഒരു ചെറിയ അമ്പലമാണ്, അമ്പലത്തിൻ്റെ സൈഡ് നല്ല നിരപ്പായ സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ അവർ ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞു. നമ്മൾ ഈ ചോദിച്ച് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ. അതായത് ഗൂഗിൾ മറ്റേ ട്രാൻസ്ലേറ്ററിൽ ഇംഗ്ലീഷ് ടു തെലുങ്ക് ട്രാൻസ്ലേറ്റർ കൊടുത്തിട്ട് അന്ന് ഇവർക്ക് തെലുങ്ക് വായിക്കാനും അറിയുമോ അതുമില്ല. 2-3 പേരോട് വായിക്കാൻ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്കത് വായിക്കാനും അറിയുന്നില്ല. പിന്നെ ഞാൻ തന്നെ അത് എങ്ങനെയൊക്കെയോ അടിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവുക, തെലുങ്കിൻ്റെ അടിയിൽ. ആ തെലുങ്കിനെ നമ്മുടെ മംഗ്ലീഷ് പോലെ അതിന് ഞാൻ വായിച്ച് ലാസ്റ്റ് അവനെ മനസ്സിലാക്കി. നമുക്കിന്ന് ഇവിടെ രാത്രി നിൽക്കാനാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അവസാനം ഈ സ്ഥലം കാണിച്ചു തന്നിട്ടുണ്ട്. ബാത്റൂമിൽ പോവാണ് കുറച്ച് കഷ്ടം. ഇതേ ഇവിടെ ഒരു കുഞ്ഞ് പൈപ്പ് ഉണ്ട്, മറ്റേ അടിക്കുന്ന ടൈപ്പ് പൈപ്പ് എന്നുണ്ട്. ബാത്റൂം ഇതേ ആ കാണുന്ന ഈ പറഞ്ഞ പോലെ കാടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബാത്റൂം. കുപ്പിയിൽ വെള്ളം എടുക്കുക, പോവാം. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് എത്തിക്ക് ബാത്റൂം പോക്കൊന്നും നടക്കില്ല, ഇനി രാത്രി ആവട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ടെന്നടിയാം. സോ ഫ്രണ്ട്സ്, നമ്മളിതേ ചേച്ചിൻ്റെ കടയിൽ വന്നിട്ട് ഹായ്. ഇപ്പം ഇത്രയും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ലേറ്റ് നോക്കിയിട്ട് തന്നെ ഇതിൻ്റെയൊക്കെ പേര് കണ്ടുപിടിച്ച് ഒരു കോഴിമുട്ടയും അരിയും ഓയിൽ ഇവിടെ ഇല്ല കേട്ടോ. അതുകൊണ്ട് പാരഷൂട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. പിന്നെ കുറച്ച് മുരിങ്ങയിലൊക്കെ നമ്മൾ ഇവിടുന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് കഞ്ഞിയും മുരിങ്ങയില തോരനും. സോ ഫ്രണ്ട്സ്, നമ്മുടെ ടെൻറ്റ് പിച്ചിങ് ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നമ്മുടെ അടുത്ത പരിപാടി തുടങ്ങാൻ പോവുകയാണേ. നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഉച്ചയ്ക്ക് നമ്മളൊന്നും കഴിച്ചിട്ടില്ല, ആകെ സപ്പോട്ടയാണ് കഴിച്ചത്. അപ്പോൾ എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. അപ്പോൾ നമുക്ക് കുറച്ച് കഞ്ഞി ഉണ്ടാക്കാം. അങ്ങനെ പറയല്ലേ, ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നു തെലുങ്കാന കഞ്ഞി. എന്താണ് ഉണ്ടല്ലോ, നമ്മുടെ ഗ്യാസിൽ ചെറിയ ലീക്ക് വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. നല്ല മണമുണ്ടല്ലേ? നല്ല മണമുണ്ട്. അമ്മേ, അയ്യോ, ഇതിന്റെ മേലെ ഉണ്ടല്ലോ കാറ്റുണ്ട്. എനിക്ക് ഒന്ന് താഴെ തന്നെ വെച്ച് കുക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. അടുക്കളയിൽ ബർത്തിൽ കുക്ക് ചെയ്യുന്ന പോലെ. ഇതുണ്ടോ ഹൈവേ, എന്താ നാഷണൽ ഹൈവേ, അതായത് ബാംഗ്ലൂർ ഹൈദരാബാദ്, ഇതിനെന്തോ സ്പീഡ് ഹൈവേ അങ്ങനത്തെ ഒരു പേര് പറയാം. അതിന്റെ തീരത്ത് ടെൻ്റ് അടിച്ച് കുക്ക് ചെയ്ത് എന്ത് രസമാണ്. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ അമ്മ, ഇത് ഭയങ്കര മണം കേട്ടോ. അരി കഴുകുന്ന കൂട്ടത്തിൽ കൈ കഴുകി, ഞാൻ നേരത്തെ കഴുകി, മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയി. എന്താ കാലം. നമ്മൾ സുദീപ്രോ അരി കഴുകുമ്പോഴത്തേക്കും നമുക്ക് ആ ചീര, അതായത് ഇല, മുരിങ്ങയില ഇതിൽ പറിച്ചിടാം കേട്ടോ. അടുത്തോട്ടുള്ള നമുക്ക് ബിരിയാണിയുടെ ദമ്മ് പൊട്ടിക്കാവേ. ബിരിയാണിയുടെ ദമ്മ് പറ്റിയിട്ട് കഞ്ഞിയുടെ ദമ്മാണ് ഇന്ന് പൊട്ടിക്കുന്നത്. കഞ്ഞിയാണോ ചോറാണോ എന്നുള്ളത് ഇപ്പൊ കണ്ടറിയാം. പോയാ കാറ്റ് പോയാ വീട്ടിലും പോലത്തെ ചോറായിട്ട്. ഈവനിങ് എല്ലാവരും കൂടെ ഇവിടെ ഒരേ കളിയാണ് കേട്ടോ. കുക്കിംഗ് അവിടെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരും സുധിയും പിള്ളേരൊക്കെ കൂടെ ഒരേ കളിയാണേ. അങ്ങനെ ദേ നമ്മുടെ ഫുഡിങ് തുടങ്ങിയിട്ടോ. എല്ലാ പരിപാടി ആയിക്കഴിഞ്ഞേ. ഇതേ ചീരയും റൈസും അച്ചാറും ആണേ. ആക്രാന്തം കൊണ്ട് ഇവിടെ ഒരാൾ നേരത്തെ തിന്ന് ഉച്ചക്കത്തെ ഫുഡാണ് നമ്മളിപ്പോൾ കഴിക്കുന്നത് കേട്ടോ. കഴിക്കല്ലേ? ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിതേ ഇന്നലെ ഇവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ രാവിലെ ഇന്നലെ പറഞ്ഞ പോലെ നേരത്തെ രാവിലെ എണീച്ച് വീണ്ടും യാത്ര തുടങ്ങാനുള്ള പരിപാടിയാണ്. ഞാൻ മറ്റേ കടലിലെ സൺറൈസ് കണ്ടിട്ടുണ്ട്, മലമുകളിലെ സൺറൈസ് കണ്ടിട്ട്, ഹൈവേയിലെ സൺറൈസ് ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. എന്തായാലും അടിപൊളിയായി. ഇനി ബാക്കി പരിപാടികൾ ഏത് മുന്നോട്ട് പോവാം.
നമുക്ക് ആദ്യം പോയി ഇതേ നമ്മുടെ ചേച്ചിൻ്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിക്കാം. പിന്നെ നമ്മൾ ഓൾറെഡി ഇന്നലെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇനി ഇരിപ്പുണ്ട്. കുറച്ച് തൈരൊക്കെ കൂട്ടി ഉള്ളിയൊക്കെ ഇട്ട് അച്ചാറൊക്കെ കൂട്ടി വെള്ളച്ചോറാക്കിയിട്ട് നമുക്ക് കഴിക്കാട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുൾ റെഡിയായി സുന്ദരിക്കുട്ടിയായിട്ട് കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഡ്രസ്സ് മാത്രമേ മാറിയുള്ളൂ. അപ്പോൾ അതേ നമ്മൾ ടെൻ്റ് അഴിക്കുന്ന പരിപാടി നോക്കാൻ പോവാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിച്ച വേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇവിടെ ഒന്നും ഇട്ടിട്ടില്ലേ, നമ്മളതേത് കവറിലാക്കി സേഫാക്കി ഇന്നലെ തൊട്ടുള്ള വേസ്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് വഴിയിൽ എവിടെയെങ്കിലും നല്ല സ്ഥലം കാണുമ്പോൾ ഉപേക്ഷിക്കണേ. വേസ്റ്റ് ഇടാൻ പറ്റിയ നല്ല സ്ഥലം, വേസ്റ്റിൻ്റെ സ്ഥലം. അവൻ രാവിലത്തെ ഭക്ഷണം എന്തേ ദോശ കൈയോടെ കഴിച്ചോണ്ടാട്ടോ സ്കൂളിൽ പോകുന്നേ. ഇന്നലെ നമ്മുടെ കൂടെ ഒരേ കളിയായിരുന്നു, അവന് നല്ല ആഗ്രഹമായിരുന്നു നമ്മുടെ കൂടെ നിൽക്കാൻ. മേലെയൊക്കെ നോക്കി ഇടയ്ക്കിടയ്ക്ക് ഇതാണ് അവൻ്റെ വീട് കേട്ടോ. അപ്പം മേലെ നിന്ന് രാത്രിയൊക്കെ ഇങ്ങനെ ടാറ്റ കാണിക്കുകയൊക്കെ ചെയ്യായിരുന്നേ. അവിടെ നിന്ന് ബായ് പറഞ്ഞ് ഇറങ്ങുമ്പോൾ സ്നേഹസമ്മാനമായിട്ട് നമ്മുടെ കടയിലെ ചേച്ചി 2 സംഭാരമൊക്കെ തന്നിട്ടാണ് കേട്ടോ നമ്മളെ വിട്ടയച്ചതേ. ഉണക്കമുളക് ഉണക്കാട്ടേക്കണ കണ്ടങ്ങൾ നിറയെ ഉണ്ട് കേട്ടോ. ദേ ആ ഭാഗത്ത് ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്നതെല്ലാം ഉണക്കമുളകാണേ. അതെ, ഉണക്കമുളക് മല. ഇത് മുളക് നമ്മൾ കണ്ടില്ലല്ലോ അല്ലേ, മുളകിന്റെ കൃഷി കണ്ടില്ലല്ലോ അല്ലേ. ഞാൻ വേണമെങ്കിൽ ഒരു ചലഞ്ച് ഇപ്പൊ കാണിച്ചു തരാം. എന്ത്? ഞാൻ ക്യാമറ പിടിക്കുന്നു, ചാടി അതിന്റെ പുറത്തോട്ട് വീഴണം. അത് നടക്കില്ല, അത് നടക്കില്ല. എന്നിട്ടാണ് നാട്ടുകാരെ ഓടിക്കാൻ. അതെന്താ കറുത്ത കളറിൽ കിടക്കുന്നത്? അത് മുളക് തന്നെ? അത് കറുത്ത മുളക്. കറുത്ത മുളകൊക്കെ ഉണ്ടോ? അല്ല, അതിൻ്റെ അടുത്ത് കൂടെ ഒന്ന് പോയ അത് ചീഞ്ഞ മുളകാണ് തോന്നുന്നു അല്ലേ. എന്താ ഇത് കാശ്മീരി മുളകാണോ? മുളക് എന്ന് പറയുന്നത്. അതന്നെ കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി അപ്പോൾ ഉണ്ടാവുന്നത് തെലുങ്കാനയിലല്ലേ? കാശ്മീരി ചില്ലി എന്ന് അതിൻ്റെ പേരാണ് തോന്നുന്നു. ഉണ്ടാവുന്നത് എവിടെയാ? നമ്മൾ കാശ്മീരി പോയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ കാശ്മീരി ചില്ലി പൗഡർ. ഇത് കാശ്മീരി അല്ല, ഇത് നാടൻ ഉണക്കമുളകും ഇതേ കാശ്മീരി ചില്ലിയും രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇതൊരു കളർ തന്നെ, ഒന്നിച്ച് കാണുമ്പോൾ തന്നെ ഒരു കളർ തന്നെ ആവാം. ഇതാണ് പൊട്ടിക്കുമ്പോൾ നല്ല കടും റെഡ് കളറിൽ നമുക്ക് കിട്ടുന്നത്. ഇത് പിന്നെ നമ്മുടെ സാധാ മുളക് നോർമൽ കളറും ആയിരിക്കും. അതേപോലെ തന്നെ ഭയങ്കര എരിവാണ്. ഇതിന് എരിവ് കുറവാണ് കേട്ടോ, കളറും ഉണ്ടാവും. നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് ഇതല്ലേ കാശ്മീരി ചില്ലി. നമ്മൾ നേരത്തെ ഇത് എവിടെ നിന്നാണ് ഈ മുളക് വരുന്നതെന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. മുളക് എവിടെ നിന്നല്ല, ഇത് എവിടെ നിന്നാണ് വരുന്നത്. ഇതാണ് മുളക് പാടെ. ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ മുളക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതെ കണ്ടില്ലേ, ഇവർ പച്ചമുളക് പറിച്ചുണക്കമല്ല, ഇതിന് തന്നെ ഉണങ്ങിയത് അവരെടുക്കുവാണ്. ഇവിടെ കുറേ ഒരുപാട് വാടിപ്പോയിട്ടുണ്ട്, പറിക്കാൻ വൈകിട്ടാണ് തോന്നുന്നു. ഒരുപാട് മുളകുണ്ടേ. പിന്നെ ഉണ്ടല്ലോ, നമ്മളിന്ന് എങ്ങോട്ട് പോകണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ. നമ്മളിന്ന് പോകണത് നെൽഗൊണ്ടാന്ന് അങ്ങനെ എന്തോ ഒരു സ്ഥലത്തേക്കാണ്, ഹൈദരാബാദിൻ്റെ കുറച്ചിപ്പുറം. അത് എനിക്കറിയില്ല, സുദീപ് ബ്രോൻ്റെ കോണ്ടാക്റ്റ് വഴിയാണ് പോകുന്നത്. എന്തായാലും ഇന്ന് താമസം അവിടെ ആയിരിക്കും. പിന്നെ ഞങ്ങൾ മാക്സിമം, അതായത് നിങ്ങളെ ബോറടിപ്പിക്കാതെ ഞങ്ങൾ രണ്ടുപേരും വ്യത്യസ്തമായ കാഴ്ചകളാണ് കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൽ ഇല്ലാത്ത പല വിശേഷങ്ങളും സുദീപ് ബ്രോയുടെ ചാനലുണ്ടാവും, അതേപോലെ സുദീപ് ബ്രോൻ്റെ ചാനലില്ലാത്തത് എൻ്റെയിലും. അപ്പം നമുക്കിപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ എന്തായാലും മത്സരിച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മുടെ പ്ലാനിങ് ത്രൂ നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഒരാൾ അതെടുക്കും ഒരാൾ ഇതെടുക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇവിടെ നമുക്ക് മുന്നിൽ ആളുകൾ ഇതേ മുളക് പറിച്ച് ശേഖരിക്കുന്ന മറ്റൊരു കാഴ്ചയും കൂടെ കാണാട്ടോ. ആക്ച്വലി നമ്മൾ നന്ന് പരുത്തി കൃഷി കാണിക്കാൻ പോയ പോലെ തന്നെ ഭാഷ അറിയില്ല കേട്ടോ. അവരിതേ പറിക്കുന്നത് കാണിച്ചു തരാവേ. കണ്ടോ, ഒരു മുട്ടുത്തിയിരുന്ന് പറിച്ച് ഇടുവാണ് കേട്ടോ. നല്ല വെയിലത്ത് ഒരുപാട് പേരുണ്ട്. ഹലോ, പേരു అమ్మ నిసమ్మ నిషా ఇల్లు ఎక్కడ?
കേരള കേരള ഊരു ആ ഇത് 1 കിലോ എത്ര റുപ്യ 200 20 200 1 കിലോ 200 ആ ഹാ 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 ഓക്കെ അത്യാവശ്യം ഞാൻ കുറച്ചൊക്കെ നോക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഭാഷ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അവർക്കും അറിയില്ല, അവരെന്നെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ആ ഓക്കെ ടാറ്റാ ആ ബൈ ബൈ ടാറ്റാ. തൽക്കാലം ദേ ടോളിനടുത്ത് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഒന്ന് വന്നിരിക്കുവാണ്. ഒന്ന് വെള്ളം വെച്ച് മുഖമൊക്കെ ഒന്ന് കഴുകിട്ടോ. കാരണം 2 ദിവസമായിട്ട് നമ്മൾ നേരത്തെ എണീച്ചിട്ടാണ് ഇപ്പോൾ യാത്ര, അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് യാത്രയാണ്. ഭയങ്കര ക്ഷീണമുണ്ട്, പോരാത്തതിന് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടൊന്ന് റെസ്റ്റ് എടുത്ത് പോകാമെന്ന് വിചാരിച്ചേ. എങ്ങനെയുണ്ട്? സുധി ഉറങ്ങി വീഴുമായിരുന്നു. അങ്ങനെ ഇവിടുത്തെ കുറച്ച് നേരത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും യാത്ര തിരിക്കുകയാണ്. നമ്മുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ നമ്മൾ ഉച്ചകർമ്മമായിട്ടാണ് ചെയ്തു തീർത്തത്. എന്നാലും ഞങ്ങൾ രണ്ടാളും ഇവിടെ ഇതേ തള്ളത്തിരുന്ന് കുറച്ച് നേരം നല്ല രീതിക്ക് റെസ്റ്റ് എടുത്തിട്ടാണ് ഇതിപ്പോൾ ഇനി പോകുന്നത്. ഇനിയും നമുക്ക് 215 20 കിലോമീറ്റർ ഇനിയും അടുത്തൊരു 4 മണിക്കൂറുണ്ട്. ആ 4 മണിക്കൂറോളം നമ്മൾ ഇനിയും ഓടാനുണ്ട്. അപ്പോൾ പോവല്ലേ? ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു അല്ലേ നമ്മൾ വരുന്നത് നെൽഗൊണ്ടയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി നമ്മൾ ഇവിടെ എത്തുമ്പോൾ. സോ അത് കാരണം രാത്രി നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നില്ല. പിന്നെ ഇവിടെ ഉള്ളവരെല്ലാവരോടും സംസാരിച്ച് കളിച്ചും ചിരിച്ചും അങ്ങനെ പോയി. അപ്പോൾ എന്നാൽ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ വ്യത്യസ്തമായൊരു സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ശരിക്കും എന്താ പറയുക, നമ്മൾ ഒറീസയിലൊക്കെ കണ്ട പോലുള്ള കാഴ്ചകളിലേക്കൊക്കെ നമ്മൾ പോകാൻ പോവാണ്. കഴിഞ്ഞ വീഡിയോസൊക്കെ വന്നപ്പോൾ ആളുകൾ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വരണ്ട കാഴ്ചകളാണ്, ആദ്യത്തെ എപ്പിസോഡുകൾ കളറായിരുന്നു, പിന്നീട് വരണ്ടെന്ന്. ശരിക്കും ആ ഒരു ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വരൾച്ചയുള്ള ഏരിയ ആണ്. വരൾച്ചയിൽ നിന്ന് നമ്മൾ പച്ചപ്പിൻ്റെ ഒരു തുരുത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കാഴ്ചകൾ കളറാകും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചതും നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്ത പോലെയുള്ള കാഴ്ചകളാണ് ഇനി നമുക്ക് കാണാനുള്ളത്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ല കിടിലൻ കാഴ്ചകളായിട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ta-ta. Bye bye.